നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസി ലോകത്തെ വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. ഖത്തറിൽ 183 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചതായി പൊതുജനാരോഗ്യ മന്ത്രാലയം അറിയിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 200 പേർ കൂടി രോഗമുക്തി നേടി. ആകെ 2,28,740 പേരാണ് രാജ്യത്ത് രോഗമുക്തി നേടിയിട്ടുള്ളത്. പുതുതായി സ്ഥിരീകരിച്ച കോവിഡ് കേസുകളിൽ 118 പേർ സ്വദേശികളും 65 പേർ വിദേശത്തു നിന്ന് മടങ്ങിയെത്തിയവരുമാണ്. കോവിഡ് ബാധിച്ച് 24 മണിക്കൂറിനിടെ മരണങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. 602 പേരാണ് ഖത്തറിൽ ആകെ കോവിഡ് ബാധിച്ച് മരിച്ചത്. ഇതുവരെ 2,32,187 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. സൗദി അറേബ്യയിൽ വലിയ ആശ്വാസം പകർന്ന് കോവിഡ് മൂലമുള്ള മരണനിരക്കും കാര്യമായി കുറഞ്ഞു. 24 മണിക്കൂറിനിടെ രാജ്യത്ത് 6 പേർ മാത്രമാണ് മരിച്ചതെന്ന് സൗദി ആരോഗ്യ മന്ത്രാലയം വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ഇന്ന് പുതുതായി 234 പേർക്ക് മാത്രമാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. നിലവിലുള്ള രോഗബാധിതരിൽ 409 പേർ സുഖം പ്രാപിച്ചു. ഇതുവരെ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ആകെ കോവിഡ് കേസുകളുടെ എണ്ണം 5,43,796 ആയി. ഇതിൽ 5,31,733 പേർ രോഗമുക്തരായി. പ്രതിദിന കോവിഡ് കേസുകൾ കുറഞ്ഞെങ്കിലും രാജ്യത്തിനകത്തേക്കും പുറത്തേക്കുമുള്ള അന്താരാഷ്ട്ര വിമാന സർവീസുകളുടെ വിലക്ക് കേന്ദ്ര സർക്കാർ നീട്ടി. സെപ്റ്റംബർ 30 വരെയാണ് വിലക്ക് നീട്ടിയിരിക്കുന്നത്. കോവിഡിന്റെ 3ാം തരംഗ സാധ്യതകൾ മുന്നിൽ കണ്ടാണ് DGCAയുടെ നിർണായക നീക്കം. ഇന്ത്യയിൽ നിന്നുള്ള സന്ദർശക വിസക്കാർക്കും UAE-യിലേക്ക് നേരിട്ട് പ്രവേശനത്തിന് അനുമതി നൽകി. ലോകാരോഗ്യ സംഘടന അംഗീകരിച്ച വാക്സിൻ സ്വീകരിച്ചവർക്ക് നാളെ മുതൽ UAE-യിലേക്ക് യാത്ര ചെയ്യാം. പുതിയ തൊഴിൽ വിസക്കാർക്കും ഇന്ത്യയിൽ നിന്ന് നേരിട്ട് UAE-യിലെത്താൻ അനുമതിയുണ്ട്. എല്ലാ രാജ്യങ്ങളിൽ നിന്നുമുള്ള സന്ദർശക വിസക്കാർക്ക് UAE-യിലേക്ക് യാത്ര ചെയ്യാൻ അനുമതി. ലോകാരോഗ്യ സംഘടന അംഗീകരിച്ച കോവിഡ് വാക്സിന്റെ 2 ഡോസും സ്വീകരിച്ചവർക്കാണ് ടൂറിസ്റ്റ് വിസയിൽ UAE-യിലെത്താൻ അനുമതി നൽകിയിട്ടുള്ളത്. ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി ആൻഡ് സിറ്റിസൺഷിപ്പ്, നാഷണൽ എമർജൻസി ക്രൈസിസ് ആൻഡ് ഡിസാസ്റ്റേഴ്സ് മാനേജ്മെന്റ് അതോറിറ്റി എന്നിവ സംയുക്തമായി ഇറക്കിയ പ്രസ്താവനയിൽ കാര്യം വ്യക്തമാക്കി. കോവിഡ് രോഗമുക്തി നിരക്കിൽ ഗൾഫ് രാജ്യങ്ങൾക്കിടയിൽ കുവൈറ്റിന് 2ാം സ്ഥാനം. GCC ഹെൽത്ത് കൗൺസിൽ പുറത്തുവിട്ട ഇൻഡെക്സിൽ 98.6% കുവൈറ്റിന്റെ രോഗമുക്തി നിരക്ക്. അതിനിടെ സർക്കാർ സ്വകാര്യ ആശുപത്രികളിലെ ശസ്ത്രക്രിയകൾ ആരോഗ്യ മന്ത്രാലയം ഏർപ്പെടുത്തിയ നിയന്ത്രണം നീക്കി. COVID-19 സൃഷ്ടിച്ച അസാധാരണ പ്രതിസന്ധികൾക്കൊടുവിൽ ഓൺലൈൻ പഠനം മതിയാക്കി വിദ്യാർത്ഥികൾ ഇന്നു മുതൽ സ്കൂളിലെത്തി. രാജ്യത്തെ ഉന്നത പഠനം ഉൾപ്പെടെ ഇന്റർമീഡിയറ്റ്, സെക്കൻഡറി തലത്തിലുള്ള വിദ്യാർത്ഥികൾക്കാണ് ഇന്ന് നേരിട്ടുള്ള പഠനം ആരംഭിച്ചത്. സർക്കാർ നേതൃത്വത്തിൽ വിവിധ തലങ്ങളിൽ ഇതിനായി വിപുലമായ തയ്യാറെടുപ്പുകളാണ് നടത്തിയത്. 12 വയസ്സ് മുതൽ 18 വയസ്സ് വരെയുള്ള 99% കുട്ടികൾക്ക് വാക്സിൻ നൽകാൻ കഴിഞ്ഞതാണ് വലിയ നേട്ടം. ഖത്തറിൽ കോവിഡ് നിയന്ത്രണങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ ആഭ്യന്തര മന്ത്രാലയം നടപടികൾ ശക്തമാക്കി. നിയമം ലംഘിച്ച 1,143 പേർ കൂടി പിടിയിലായതായി അധികൃതർ അറിയിച്ചു. ഇവരിൽ 789 പേരും പൊതുസ്ഥലങ്ങളിൽ മാസ്ക് ധരിക്കാത്തതിനാണ് നടപടി നേരിട്ടത്. സുരക്ഷിതമായ സാമൂഹിക അകലം പാലിക്കാത്തതിന് 342 പേരെയും, മൊബൈലിൽ ഇത്രാസ് ആപ്ലിക്കേഷൻ ഇല്ലാതിരുന്നതിന് 12 പേരെയും പിടികൂടി. എല്ലാവരെയും തുടർ നടപടികൾക്കായി പ്രോസിക്യൂഷന് കൈമാറി. ഒമാനിൽ കോവിഡ് കേസുകൾ കുറയുന്നു. ഏറ്റവും കുറവ് കേസുകളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തത്. ഇതോടെ രാജ്യത്ത് ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തി ഭരണകൂടം. വിപണികൾ സജീവമാണ്. കൂടുതൽ ജനങ്ങൾ എത്തിയതോടെ മാളുകളിൽ തിരക്ക് അനുഭവപ്പെട്ടു. വെള്ളി, ശനി ദിവസങ്ങളിൽ നഗരങ്ങളിൽ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്നുള്ളവർ കഴിഞ്ഞ ദിവസം ഒമാനിലെത്തി തുടങ്ങി. പുതിയ വിസ നൽകാൻ തുടങ്ങിയതോടെ അടുത്ത ആഴ്ച മുതൽ നിരവധി പേർ എത്തിത്തുടങ്ങും. കുവൈറ്റിൽ വാക്കുതർക്കത്തിനിടെ സ്വദേശിയുടെ കുത്തേറ്റ് 3 പ്രവാസികൾക്ക് പരിക്ക്. 3 ബംഗ്ലാദേശി സ്വദേശികളാണ് കുവൈറ്റി കത്തികൊണ്ട് കുത്തിയത്. മാനസികാസ്വാസ്ഥ്യമുള്ള നിലയിൽ കണ്ടെത്തിയ സ്വദേശിയെ സുരക്ഷാ ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്തു. അബു ഹലീഫിയ ഏരിയയിലെ ഒരു കെട്ടിടത്തിൽ പ്രവാസികൾക്ക് കുത്തേറ്റെന്ന് ആഭ്യന്തര മന്ത്രാലയത്തിൽ ഫോൺ കോൾ ലഭിച്ചു. സ്ഥലത്തെത്തിയ സുരക്ഷാ ഉദ്യോഗസ്ഥർ ബംഗ്ലാദേശികളും കുവൈറ്റ് സ്വദേശിയും തമ്മിൽ വഴക്കുണ്ടായതായി കണ്ടെത്തി. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.